അമ്മദൈവ സങ്കല്പത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞുവന്ന അതിരൗദ്രത പൂണ്ട ദേവതയാണ് പഞ്ചുരുളി. മലനാട്ടിൽ പഞ്ചുരുളി തെയ്യം കെട്ടിയാടുന്ന സ്ഥലം വിരളമാണെങ്കിൽ പോലും തെയ്യപ്രേമികളുടെ ഇടയിൽ പഞ്ചുരുളിക്ക് പ്രഥമ സ്ഥാനം തന്നെയുണ്ട്. കെട്ടിയാടലിൻ്റെ സവിശേഷത കൊണ്ടും അതീവ ചാരുതയാർന്ന ചമയങ്ങൾ കൊണ്ടും പഞ്ചുരുളി തെയ്യം ഏറെ വേറിട്ട് നിൽക്കുന്നു. ബ്രഹ്മദേവനിൽ നിന്നും സ്ത്രീകൾക്ക് മാത്രമേ തങ്ങളെ വധിക്കാൻ കഴിയൂ എന്ന് വരം നേടിയെടുത്ത ദുഷ്ട അസുരന്മാരായ ശുംഭ നിശുംഭന്മാർ സർവവിനാശകരായി 3 ലോകവും വാണിരുന്ന കാലം അവരെ വധിക്കാൻ സാക്ഷാൽ പാർവതി ദേവിയിൽ നിന്നും കാളി ഉടലെടുത്തു. ആ കാളിയെ സഹായിക്കാൻ മഹേശ്വരന്റെ ഹോമകുണ്ടത്തിൽ നിന്നും സപ്തമാതൃക്കൾ ഉടലെടുത്തു. മഹേശ്വരി, കൗമാരി, ബ്രാഹ്മിണി, വൈഷ്ണവി, ഇന്ദ്രാണി, വാരാഹി, ചാമുണ്ഡി. സപ്തമാതൃക്കളിൽ വരാഹരൂപം പൂണ്ട 5ാമത്തെ മാതാവാണ് പഞ്ചുരുളി എന്ന പേരിൽ തെയ്യമായി കെട്ടിയാടുന്നത്. തുളുനാട്ടിലെ പ്രധാന ദേവതയാണ് പഞ്ചുരുളി. തുളു ഭാഷയിൽ പഞ്ചി എന്നാൽ പന്നി എന്നാണ് അർത്ഥം. പന്നി രൂപം പൂണ്ട കാളി എന്നത് ലോപിച്ചാണ് പഞ്ചുരുളി എന്ന പേര് ഉണ്ടായതാണ് എന്ന് വിശ്വാസം. എന്നാൽ പഞ്ചവീരന്മാരെ വധിച്ച ദേവി എന്ന അർത്ഥത്തിലാണ് പഞ്ചുരുളി എന്ന പേര് വന്നതെന്നും മറ്റൊരഭിപ്രായമുണ്ട്. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് പഞ്ചബാണാസുരന്മാരുടെ പ്രവൃത്തിയിൽ അനിഷ്ടമുണ്ടായി. മൂവരും ചേർന്ന് പഞ്ചബാണാസുരന്മാരെ വധിക്കാൻ അവരുടെ തേജസ്സിൽ നിന്നും ഒരു ദേവിയെ സൃഷ്ടിച്ചു. ആ ദേവിയാണ് പഞ്ചുരുളി എന്നും കഥയുണ്ട്. പഞ്ചബാണാസുരന്മാരെ വധിച്ച പഞ്ചുരുളി പിന്നെ ഭൂമിയിൽ വാണു. തുളുനാട്ടിലെ പ്രധാന ദേവതയാണ് പഞ്ചുരുളി. വടകരയ്ക്കടുത്ത് പൊന്നാരത്തച്ചൻ എന്ന പേരിൽ ഒരു കളരി അഭ്യാസി ഉണ്ടായിരുന്നു. തൻ്റെ ആയോധന കലയിലുള്ള പ്രാവീണ്യം വർദ്ധിപ്പിക്കാൻ തുളുനാടൻ കളരിമുറകൾ പഠിക്കാൻ അദ്ദേഹം തുളുനാട്ടിൽ പോവുകയും അവിടെ വച്ച് അദ്ദേഹം തികഞ്ഞ പഞ്ചുരുളി ഭക്തനായി മാറുകയും ചെയ്തു. പൊന്നാരത്തച്ചൻ്റെ പ്രാർത്ഥന കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ പഞ്ചുരുളി മലനാട്ടിലേക്ക് വന്നു എന്നാണ് പറയപ്പെടുന്നത്. മലനാട്ടിലെത്തിയ പഞ്ചുരുളി മാടായിക്കാവിലമ്മയുടെ തിരുനടയിലെത്തി. പിന്നെ രക്തചാമുണ്ഡിയും വിഷ്ണുമൂർത്തിയും പഞ്ചുരുളിക്ക് ചങ്ങാതിമാരായി. മൂവരും ഒത്ത് 7 കടവ് കടന്ന് പട്ടുവം എന്ന സ്ഥലത്തെത്തി. അവിടെ വച്ച് പട്ടുവം ദേശത്തെ ദേവിയായ വലിയ മതിലകത്തെ കൂളൂർ ഭഗവതിയുടെ അടുത്തെത്തി. മായ മലരമ്പൻ എന്നൊരു ഗന്ധർവൻ തൻ്റെ നിത്യകർമ്മങ്ങൾക്ക് മുടക്കം വരുത്തുന്നു എന്നും ആ ഗന്ധർവനെ വധിച്ചാൽ പട്ടുവം ദേശാധിപത്യം നൽകാം എന്നും കൂളൂർ ഭഗവതി പഞ്ചുരുളിയോട് പറഞ്ഞു. ആലിൻ മുകളിൽ കൂടിയിരുന്ന മായാമലരമ്പനെ പക്ഷിരൂപം ധരിച്ച പഞ്ചുരുളി വധിക്കുകയും പിന്നീട് അതേ ആലിൻ മുകളിൽ പഞ്ചുരുളി കുടിയിരിക്കുകയും ചെയ്തു. കുളൂർ ഭഗവതി പഞ്ചുരുളിക്ക് ദേശാധിപത്യം നൽകി. വലിയ മതിലകം ക്ഷേത്രത്തിൽ വടക്കുഭാഗത്ത് പഞ്ചുരുളിക്കും ചങ്ങാതിമാർക്കും മൂവർ എന്ന പേരിൽ സ്ഥാനം നൽകപ്പെട്ടു. പട്ടുവം വലിയ മതിലകം പഞ്ചുരുളി അമ്മയുടെ ആരൂഢമായി അറിയപ്പെടുന്നു. മായാമലരമ്പനെ വധിച്ച കഥയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ പഞ്ചുരുളി തെയ്യം വടക്കേക്കാവിൽ കെട്ടിയാടുമ്പോൾ ആലിൻ മുകളിൽ നിന്നും ദേവിയെ എതിരേറ്റ് പള്ളിയറയിൽ ഇരുത്തുന്ന ഒരു ചടങ്ങും, അതുപോലെ തന്നെ പഞ്ചുരുളി തെയ്യം തിരുമുടി അഴിക്കുമ്പോൾ ആലിൽ കയറുന്ന ചടങ്ങും ഇന്നും നിലവിലുണ്ട്. മലയർ വിഭാഗത്തിലുള്ളവരാണ് പഞ്ചുരുളി തെയ്യം കെട്ടിയാടുന്നത്.